Good morning, my dear students, and we can go to the next session of business management. Hope all of you are studying very well. And some of the students asked me about the textbook you have to buy for this business management. In the first class itself, I have referred to buy the textbook, and it should be Excel textbook, Excel Publishers textbook. For business management, we are opting Excel Publishers textbook. So, all of you please buy it and go through the textbook. And there are so many points and you can study it very well. ടെക്സ്റ്റ് എന്തെങ്കിലും കയ്യിലുണ്ടായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ വാങ്ങിക്കുക, ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് തുടങ്ങി വെച്ചിരുന്നു അല്ലേ? ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ ഒന്ന് രണ്ട് ടോപ്പിക്കുകൾ നമ്മൾ കണ്ടിരുന്നു. എന്താണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്, അതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, എന്തൊക്കെ ആക്ടിവിറ്റീസ് അതിൽ വരുന്നുണ്ട്, ലോജിസ്റ്റിക്സിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തിരുന്നു, കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത് അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ കോൺസെപ്റ്റ്സ് ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻ്റ് ആണ്. കോൺസെപ്റ്റ്സ് ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. കോൺസെപ്റ്റ്സ് മീൻസ് ദ വേരിയസ് വ്യൂ പോയിന്റ്സ് റിഗാർഡിങ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിനോടനുബന്ധിച്ചിട്ടുള്ള അതിൻ്റെ വേരിയസ് വ്യൂ പോയിന്റ്സ്, ആൻഡ് ദീസ് വ്യൂ പോയിന്റ്സ് ആർ കോൺട്രിബ്യൂട്ടഡ് ബൈ ഡിഫറെൻറ്റ് experts who have studied this logistics management. ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൽ സീരിയസ് ആയിട്ടുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുള്ള എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, കാണാനുള്ള. ഈ ഒപ്പീനിയൻസ് ആണ് കോൺസെപ്റ്റുകളായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. ദെൻ in this logistics management there are mainly 4 important concepts. 4 പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഈ 4 എണ്ണത്തിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ, സിസ്റ്റം കോൺസെപ്റ്റ്. ഫസ്റ്റ് കോൺസെപ്റ്റ് ഈസ് സിസ്റ്റം കോൺസെപ്റ്റ്. സെക്കൻഡ് കോൺസെപ്റ്റ് ഈസ് നോൺ ആസ് ടോട്ടൽ കോസ്റ്റ് കോൺസെപ്റ്റ്. തേർഡ് വൺ ഈസ് നോൺ ആസ് ട്രേഡ് ഓഫ് കോൺസെപ്റ്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് നോൺ ആസ് പ്രോഫിറ്റ് കോൺസെപ്റ്റ്. ദീസ് ആർ ദി 4 important concepts of this logistics management. And what do you mean by system concept? ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് നമ്മൾ പഠിച്ചിരുന്നു. ആൻഡ് വി നോ ദാറ്റ് ദിസ് ആക്ടിവിറ്റീസ് കനോട്ട് ബി പെർഫോംഡ് ഇൻഡിപെൻഡൻ്റ്ലി, കനോട്ട് ബി പെർഫോംഡ് ഇൻഡിപെൻഡൻ്റ്ലി അല്ലെ? ഒരിക്കലും ആ ആക്ടിവിറ്റീസ് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല. പറ്റില്ല. Why? Because there are, in an organization, there are so many related and interdependent activities, and this makes impossible to perform these logistics activities independently. അല്ലെ? ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്ടിവിറ്റീസ് പഠിച്ചപ്പോൾ, ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് പഠിച്ചപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. The bringing of raw materials, the bringing of machinery, equipments, likewise customer satisfaction, likewise to give the maximum information to the customers ഒക്കെ പറഞ്ഞ് ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞു. ഈ ആക്ടിവിറ്റീസ് ഒക്കെ പരസ്പരം റിലേറ്റഡ് ആണ് അല്ലേ? ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ പരസ്പരം റിലേറ്റഡ് ആണ്. ഒന്നിനോട് എന്ത് ചെയ്ത് കിടക്കുന്നുണ്ട്, റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് ഒരെണ്ണത്തിൽ ഇപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരൊറ്റ ആക്ടിവിറ്റി മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് നമുക്ക് അവിടെ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് എൻ എഫക്റ്റീവ് സിസ്റ്റം ഓഫ് ഓർഗനൈസേഷൻ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള സപ്പോർട്ടീവായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുടെ, ഒരുപാട് ആക്ടിവിറ്റീസിൻ്റെ, ഒരുപാട് ഫങ്ഷൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് പെർഫോം ചെയ്യുന്നത്, ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അങ്ങനെ ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ എന്താണ് സം ടോട്ടലാണ്. സോ അവിടെ നമുക്ക് ഒരെണ്ണത്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ മാത്രം കോൺസെൻട്രേറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ when we are seeing so many departments in an organization, each department cannot work in a single manner or cannot work in a separated manner. അല്ലേ, എപ്പോഴും അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ആദ്യം അവർ കണക്റ്റഡ് ആയിരിക്കണം. അറ്റ് ദി സെയിം ടൈം പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് കണക്റ്റഡ് ആണ്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് പലപ്പോഴും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്, ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതുപോലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത് ആരാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. സോ ദർ ഷുഡ് ബി എൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ദീസ് ആക്ടിവിറ്റീസ് ആൻഡ് ദീസ് ഫങ്ഷൻ ആൻഡ് ഓൺലി ദിസ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ഈസ് പോസിബിൾ. അല്ലാതെ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് നമുക്ക് എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. സോ ദാറ്റ്സ് എ ഫസ്റ്റ് കോൺസെപ്റ്റ്. That is a system concept. System means it's a combination of so many functions, activities, institutions. This combination is known as a system. And you know that പലപ്പോഴും നമ്മൾ സിസ്റ്റത്തിന് എക്സാമ്പിൾ പറയുന്നത് ഹ്യൂമൻ ബോഡിയാണ്. ഹ്യൂമൻ ബോഡി ഈസ് എ സിസ്റ്റം. And there are so many systems inside our human body. And all these systems are interrelated. അതിന് ഓരോന്നെടുത്തിട്ട് ഇപ്പോൾ ലിവർ എന്ന് പറയുന്ന ഒരു ഓർഗൺ, അതിൻ്റെ ഫങ്ഷൻ കറക്റ്റായിട്ട് പെർഫോം ചെയ്യണം, ബാക്കിയുള്ള ഓർഗൻസ് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ലിവറിന് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അവർ ബ്രെയിൻ അല്ലേ, ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം. സോ ഇത് തന്നെയാണ് ഈ സിസ്റ്റം. ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ മൊത്തമായി എടുക്കുന്ന സമയത്ത് അതൊരു സിസ്റ്റമാണ്. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ മിനിമോൾ മിസ് ഹാൻഡിൽ ചെയ്യുന്ന ആദ്യത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അവർ ഓർഗനൈസേഷൻ ഈസ് എ സിസ്റ്റം. ഇറ്റ്സ് എൻ ഇന്റർ റിലേറ്റഡ്, കോംപ്ലിക്കേറ്റഡ്, വെരി കോംപ്ലിക്കേറ്റഡ്. ഇന്റർറിലേഷൻ ഉള്ളപ്പോഴാണ് കോംപ്ലിക്കേഷൻ വരുന്നത്. ആ ഒരു ഇന്റർറിലേഷൻഷിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻ ഇല്ല, അല്ലേ? സോ ഇവിടെയാണ് സിസ്റ്റം കോൺസെപ്റ്റിൻ്റെ പ്രത്യേകത. സോ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എഫക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ ആക്ടിവിറ്റീസ് ഇൻ ദ ബിസിനസ് ഓർഗനൈസേഷൻ ഷുഡ് ബി കറക്റ്റ് ആൻഡ് ഷുഡ് ബി ഡൺ ഇൻ എ പെർഫെക്റ്റ് മാനർ. ഓക്കെ, സോ ദാറ്റ് ഈസ് സിസ്റ്റം കോൺസെപ്റ്റ്. ആൻഡ് നെക്സ്റ്റ് വി ക്യാൻ ഗോ ടു അനദർ കോൺസെപ്റ്റ്, ദാറ്റ് ഈസ് ടോട്ടൽ കോസ്റ്റ് കോൺസെപ്റ്റ്. Here, instead of giving importance to system concept or taking a business organization or taking logistics management as a system, we are concentrating more on the cost efficiency of the organization, because this logistics management is contributing towards the total cost of the organization, and it's a part of a cost. ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കോസ്റ്റിൻ്റെ ഒരു പാർട്ടാണ്. സോ ദാറ്റ് പാർട്ട് ഷുഡ് ബി എഫക്റ്റീവ്ലി ഡൺ ആൻഡ് വി ഷുഡ് ബി ഏബിൾ ടു minimize the cost or to optimize the cost. Then only the total cost will be at the optimum level, and then only the pricing can be done in an effective and satisfactory manner. And if the price is correct and if price is okay, the consumers will demand it more. The consumer demand will be more. Then it's അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, അല്ലെ? പ്രോഫിറ്റബിലിറ്റി, ഒരു ഒപ്റ്റിമം ലെവൽ ഓഫ് പ്രോഫിറ്റബിലിറ്റി വി ക്യാൻ എൻഷുർ. സോ that is a total cost concept, and the managers should always, through logistics management, the managers should always try to optimize the cost and always to reduce the cost. When we are selecting a supplier, when we are selecting the transportation system, and when we are selecting the distribution system, when we are selecting the wholesalers, retailers, agencies,
franchisees, etc., etc. And all of us, all the managers should see that we are selecting the right one, and that is capable of optimizing and minimizing and reducing the cost. So that is cost reduction concept or total cost concept, because total cost like contribute ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഐറ്റം ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും നമ്മൾ അതിൽ വളരെയധികം കെയർ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ട്രേഡ് ഓഫ് കോൺസെപ്റ്റ്. Trade off concept. And what do you mean by trade off concept? It is said that this logistics management is a trade off between various alternatives or various activities. For example, and we can take a simple example of raw materials. When we are selecting the suppliers of raw materials, there may be 5 or 6 suppliers in front of us, and from those suppliers, from those 5 or 6 suppliers, we should select only one supplier, 1 or 2 suppliers according to our operations. Then the other 4 or 5 we have to drop them out. So that is the importance, and that is the trade-off between alternatives. നമ്മൾ ഒരു സപ്ലയർ സെലക്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള സപ്ലയേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം, വിട്ടുകളയണം. ഒരു ഫിനാൻഷ്യൽ സോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ഫിനാൻഷ്യൽ സോഴ്സുകളെ നമ്മൾ എന്ത് ചെയ്യണം, വിട്ടുകളയണം അല്ലേ. സോ ദിറ്റ്സ് എ ട്രേഡ് ഓഫ്, ആൻഡ് വി ഷുഡ് അനലൈസ് what all advantages and what all disadvantages, what all opportunities we will get through various alternatives. A detailed analysis of alternatives is very important in this logistics management. When we are selecting a mode of transportation, it may be a good one, it may be a faster one, it may be a speedier one, but at the same time it may not be suitable to us. Then we should select, and we should select only that is suitable to our organization. Then we have to drop and we have to withdraw other alternatives, and there is a trade-off, common trade-off between these alternatives, and that is known as trade-off concept. And for instance, transportation through faster modes will involve high cost, but it will help to improve the level of responsiveness. Sometimes transportation that may incur high cost. It may be we may have to select such a type of transportation because of its cost effectiveness, and because of it may be that much suitable, economically suitable to our platform. Then we can select that method. Transportation matralla, there are so many activities we have studied relating to this logistics management, relating to this logistics. Then we should be able to select, we should be able to analyze it very correctly, and we should be able to select the right one, and it should be the trade-off between the various alternatives or various logistics activities. Okay, so that's the third concept. And the next one is profit concept. Profit concept. And what is profit concept? ബാക്കി 3 കോൺസെപ്റ്റുകളിലും പറയാത്ത ഒരു കോൺസെപ്റ്റാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ പറഞ്ഞിട്ട് ആ 3 കോൺസെപ്റ്റിൽ അത് പറഞ്ഞില്ലെങ്കിലും ഇറ്റ് അൾട്ടിമേറ്റ്ലി എയിംസ് അറ്റ് ദ പ്രോഫിറ്റ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ബിസിനസ്സിനെ കുറിച്ച് പരിചയമുള്ള, ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള നമുക്ക് എല്ലാവർക്കും തന്നെ പ്രോഫിറ്റാണ് അതിൻ്റെ അന്തിമമായ ലക്ഷ്യമെന്നുള്ളത് എന്ത് ചെയ്യാം, അറിയാം അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും പ്രോഫിറ്റ് കോൺസെപ്റ്റിൽ എന്ന് പറയുന്നത് all these logistics activities should aim to earn profit, and we should analyze the profitability of the concern, the correct profitability of the concern.
അതിനുള്ള എഫക്റ്റീവായിട്ടുള്ള മെഷേഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് പ്രോഫിറ്റബിലിറ്റി അനലൈസ് ചെയ്യേണ്ടത്. ആൻഡ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് logistics element helps to reduce the total logistical cost, which in turn reduces the cost of supply chain. Reduction in cost coupled with increase in sales due to high quality of service and results in high profit. അല്ലേ? അപ്പോൾ ബാക്കി 3 കോൺസെപ്റ്റുകൾ, ഈ 4ാമത്തെ കോൺസെപ്റ്റിലാണ് പ്രോഫിറ്റിനെ കുറിച്ച് പറഞ്ഞു വെച്ചതെങ്കിലും ബാക്കി 3 കോൺസെപ്റ്റിലും അത് പറയാതെ തന്നെ പറയുന്നത് എന്തിനെ കുറിച്ചിട്ട് തന്നെയാണ്? പ്രോഫിറ്റിനെ കുറിച്ചിട്ട് തന്നെയാണ്. ഒരു സിസ്റ്റമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അൾട്ടിമേറ്റ്ലി വി ആർ എയിമിങ് ആൻഡ് വി ആർ ടാർഗറ്റിംഗ് ദ പ്രോഫിറ്റ്. അതുകൊണ്ടാണ് നമ്മൾ സിസ്റ്റമായിട്ട് കൺസിഡർ. അല്ലെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ തോന്നിയ രീതിയിൽ തോന്നിയ പോലെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ പല വഴിക്ക് പല ആക്ടിവിറ്റീസ് പല വഴിക്ക് പൊക്കോട്ടെ എന്ന് നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? ചിന്തിക്കാമായിരുന്നു. അതേസമയം ഇവിടെ അങ്ങനെ തൽക്കാലം അങ്ങനെ ഒരു എയിം ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് നമ്മുടെ ക്ലിയർ ആയിട്ടുള്ളൊരു എയിം ആയതുകൊണ്ട് നമ്മൾ ആ സിസ്റ്റത്തിനെ കുറിച്ച് ചിന്തിച്ചു. അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആവണം എന്ന് നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ ആ ടോട്ടൽ കോസ്റ്റ് കോൺസെപ്റ്റിൽ നമ്മൾ പറഞ്ഞത് എന്തുതന്നെയാണ്? കോസ്റ്റ് കുറയ്ക്കണം, അല്ലേ? കുറച്ചാൽ മാത്രമേ കുറയ്ക്കണം എന്നല്ല, കോസ്റ്റ് കുറയ്ക്കണം എന്ന് നേരിട്ട് പറയുകയല്ല ചെയ്തത്. അതിന് പകരം പറഞ്ഞത് എന്താണ്? ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ടോട്ടൽ കോസ്റ്റ്. ലോജിസ്റ്റിക്സ് കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റിൻ്റെ ഒരു ഭാഗമാണ്. സോ ലോജിസ്റ്റിക്സ് കോസ്റ്റ് കുറച്ചാൽ എന്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റും? ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. പിന്നീട് ബാക്കി നമ്മൾ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിയതാണ് അതിൽ നിന്ന്, അല്ലേ? 3ാമത് ഇവിടെ പറഞ്ഞത് ട്രേഡ് ഓഫ് കോൺസെപ്റ്റുകളെ കുറിച്ചിട്ടാണ്. വി ഷുഡ് സെലക്ട് ദ റൈറ്റ് വൺ എന്ന് പറയുമ്പോൾ റോങ് ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം, അല്ലേ? റോങ് ആയിട്ടുള്ളതിനെ എലിമിനേറ്റ് ചെയ്ത് റൈറ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്തത്? സെലക്ട് ചെയ്യാണ് ചെയ്തത്. സോ ഇറ്റ്സ് എ ട്രേഡ് ഓഫ് കോൺസെപ്റ്റ്. ആൻഡ് ലാസ്റ്റ് കോൺസെപ്റ്റിലാണ് പ്രോഫിറ്റിനെ കുറിച്ച് പറയുന്നത്. പ്രോഫിറ്റ് തന്നെയാണ് ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത്. സോ പ്രോഫിറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റേത് കോൺസെപ്റ്റുകളും എന്തിനെയാണോ എയിം ചെയ്യുന്നത് അതിനെയാണ് ഇവിടെ ഒന്നും കൂടി ഊന്നി നമ്മൾ പറയുന്നത്. പ്രോഫിറ്റ് കോൺസെപ്റ്റിൽ പ്രോഫിറ്റ് കോൺസെപ്റ്റ് മീൻസ് we should try to avoid the maximum loss and the maximum wastages, and we should try to minimize the repairs, minimize the maintenance, and at the same time we aim to reduce the cost especially of logistics management, and also try to minimize the cost, and so that the price will be and price we put for various products and services will be optimum, and that product will be demanded by the consumers as there is only reasonable price, and finally the businessman will get an optimum level of profit. So that is a profit concept. So these are the 4 important concepts of logistics management. And ഏതൊക്കെയാണ് കണ്ടത്? ഫസ്റ്റ് വൺ ഈസ് സിസ്റ്റം കോൺസെപ്റ്റ്, സെക്കൻഡ് വൺ ഈസ് ടോട്ടൽ കോസ്റ്റ് കോൺസെപ്റ്റ്, തേർഡ് വൺ ഈസ് ട്രേഡ് ഓഫ് കോൺസെപ്റ്റ്, ആൻഡ് ദ ലാസ്റ്റ്. ആൻഡ് നൗ വി ക്യാൻ ഗോ ടു അനദർ ടേം ഓർ അനദർ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഒരു ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് അടുത്തതായിട്ട്. And that term is known as integrated logistics. Integrated logistics. And what is integrated logistics? എന്താണ് ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്? ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് is a type of logistics which connects the suppliers with the customers. സപ്ലയേഴ്സിനെയും കസ്റ്റമേഴ്സിനെയും റിലേറ്റ് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ തമ്മിൽ കൂട്ടിയിണക്കുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ്. ഹു ആർ സപ്ലയേഴ്സ്? സപ്ലയേഴ്സ് മീൻസ് സപ്ലയേഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, മെഷീനറി, എക്യുപ്മെൻറ്റ്, സ്പെയർ പാർട്സ്, എക്സെട്ര. ആൻഡ് ഹു ആർ കൺസ്യൂമേഴ്സ്? Consumers are the persons or institutions who are consuming
or who are using those finished products and services, and those are called as consumers. And you know that the suppliers and consumers are at the extreme ends of this logistics management activity. ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേര് രണ്ടറ്റത്ത് കിടക്കുന്ന ആൾക്കാരാണ് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സപ്ലയേഴ്സ് ഏറ്റവും ഇങ്ങേയറ്റത്തും കസ്റ്റമേഴ്സ് അങ്ങേയറ്റത്തും കിടക്കുന്ന ആൾക്കാരാണ്. അതെങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുക? ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് ഇൻ ദ മിഡിൽ ഓഫ് ഓർ ഇൻ ബിറ്റ്വീൻ ഓഫ് ദീസ് ടു പാർട്ടീസ്, ദാറ്റ് ഈസ് കസ്റ്റമേഴ്സ് ആൻഡ് സപ്ലയേഴ്സിൻ്റെയും കൺസ്യൂമേഴ്സിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. രണ്ടറ്റത്തും ആൾക്കാർ ആരാണുള്ളത്? സപ്ലയേഴ്സാണുള്ളത്. ഒരറ്റത്ത് സപ്ലയർ, ഒരറ്റത്ത് കൺസ്യൂമർ. സപ്ലയേഴ്സ് ബിസിനസ് ഓർഗനൈസേഷൻ എന്താ കൊടുക്കുന്നത്? ആവശ്യത്തിനുള്ള മെറ്റീരിയൽസ് കൊടുക്കുന്നു, ആവശ്യത്തിനുള്ള എക്യുപ്മെൻറ്റ്സ് കൊടുക്കുന്നു, മെഷീനറി കൊടുക്കുന്നു, ആവശ്യത്തിന് ഉള്ള വേണ്ട റിസോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു അല്ലേ? ആ കൊടുക്കുന്ന റിസോഴ്സ് ആര് യൂസ് ചെയ്യുന്നു? ബിസിനസ് ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്നു അല്ലേ? യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു? ഫോർ പ്രൊഡക്ഷൻ പ്രോസസ്സ് അവരത് ഉപയോഗിക്കുന്നു. റോ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പം ഈ കിട്ടുന്ന റോ മെറ്റീരിയൽസും ഫിനാൻസും അതോടൊപ്പം ബാക്കിയുള്ള റിസോഴ്സുകളൊക്കെ ഇവർ ഈ കൺവേർഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാകുന്നു. ആ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരിക്കാം അല്ലെങ്കിൽ സർവീസ് ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് വീണ്ടും ആരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്? കൺസ്യൂമേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. കൺസ്യൂമേഴ്സ് അത് എന്ത് ചെയ്യുന്നു ഉപയോഗിക്കും ചെയ്യുന്നു അല്ല? ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ചെയിൻ എന്ത് ചെയ്യുന്നത് വരുന്നത്. അതേസമയം ഈ ഒരു ചെയിനിൽ നമ്മൾ സപ്ലയേഴ്സിന് ബിസിനസ് ഓർഗനൈസേഷൻ കൊടുക്കണോ, ബിസിനസ് ഓർഗനൈസേഷൻ കസ്റ്റമേഴ്സിന് കൊടുക്കണോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇവിടെ 3 തരം ആക്ടിവിറ്റീസ് ആണ് മെയിനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതിൽ ഈ ടേംസ് നിങ്ങൾ മുൻപ് കേട്ട് പരിചയമുള്ളതാണ്. അതിൽ ഒന്നാമത് വരുന്നത് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് ആണ്. കേട്ടിട്ടില്ലേ? മുൻപ് നമ്മൾ പഠിച്ചതാണ് ആക്ടിവിറ്റീസ്, ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് പഠിച്ചപ്പോൾ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്. ആൻഡ് വാട്ട് യു മീൻ ബൈ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്? എന്താണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്? ഓർഗനൈസേഷൻ്റെ ഉള്ളിലേക്ക് ഉള്ള സാധനങ്ങളുടെ മൂവ്മെൻറ്റ് അല്ലേ? അതാണ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂവ്മെൻറ്റിന് വിളിക്കുന്ന പേരാണെന്ത്? ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്. റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തി ഓർഗനൈസേഷനിലേക്ക് റോ മെറ്റീരിയൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്നാണ് എന്ത് ചെയ്യുക വിളിക്കുക. ഒരു ബാങ്ക് ആവശ്യത്തിന് ഫിനാൻസ് അല്ലെങ്കിൽ ലോണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫിനാൻഷ്യൽ എയ്ഡുകളോ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെയും അതിന് വിളിക്കുന്ന പേരെന്താണ്? ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. അങ്ങനെ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സുകളുടെ തന്നെ ഒരു കൂട്ടം നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കും? ഓർഗനൈസേഷനിൽ കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ഇൻബൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും വരുന്നത് രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ്, അതായത് കൺവേർഷൻ ഓപ്പറേഷൻ. കൺവേർഷൻ ഓപ്പറേഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, അതും അല്ലെങ്കിൽ മാനുഫാക്ചറിങ് എന്നൊക്കെ നമുക്ക് അതിനെ വിളിക്കാം. കൺവേർഷൻ ഓപ്പറേഷൻ അല്ലേ? നമുക്കിപ്പോൾ നമ്മൾക്ക് കിട്ടിയ റോ മെറ്റീരിയൽ, പ്രധാനമായിട്ട് റോ മെറ്റീരിയൽ, അതോടൊപ്പം തന്നെ ബാക്കി ഫിനാൻസ്, അതായത് മണി, നമുക്ക് കിട്ടിയ മണി, അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടിയ ബാക്കി ലേബറേഴ്സ്, എക്യുപ്മെൻറ്റ്സ്, ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? കൺവേർട്ട് ചെയ്യാണ്. കൺവേർട്ട് ചെയ്തിട്ട് എന്തിൻ്റെ രൂപത്തിലേക്കാക്കി മാറ്റുന്നു? ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ രൂപത്തിലേക്കാക്കി നമ്മൾ മാറ്റുന്നു. അവിടെയും പ്രൊഡക്ഷൻ്റെ ഫ്ലോ ആവശ്യമുണ്ട്, നമുക്കറിയാം അല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഫ്രം വൺ മെഷീനറി ടു അനദർ മെഷീനറി, ഹൗ ഇറ്റ് ഷുഡ് ഫ്ലോ അല്ലേ? ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്, ഹൗ ദ മെറ്റീരിയൽ ഫ്രം ഗോഡൗൺ ടു പ്ലാന്റ്, എങ്ങനെയാണ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ലേബറേഴ്സ് മൂവ് ചെയ്യേണ്ടത്? അതിനെയൊക്കെ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? നമുക്ക് കൺവേർഷൻ ഓപ്പറേഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാം? ഉൾപ്പെടുത്താം. അപ്പോൾ ലോജിസ്റ്റിക്സിൻ്റെ രണ്ടാമത്തെ ഘട്ടം അതാണ്.
ആദ്യത്തെ ഘട്ടം ഇൻബൗണ്ട് ലോജിസ്റ്റിക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ഘട്ടം കൺവേർഷൻ ഓപ്പറേഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് നമ്മൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്താ? ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ് ആണ്. എന്താണ് ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ്? Outbound logistics means the flow of materials, finished goods and equipments and all other services from our organization to the consumers. From our organization to the consumers is known as outbound. നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്നും പുറത്തേക്ക് മെറ്റീരിയൽസോ സാധനങ്ങളോ സേവനങ്ങളോ ഇൻഫർമേഷൻസോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ, അത് ഫിസിക്കലി അത് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ്. ഇപ്പം നമ്മൾ 3 തരം ഇതുകളാണ് നമ്മൾ കണ്ടത്. 3 തരം ആക്ടിവിറ്റീസ് ആണ് നമ്മൾ കണ്ടത്. ഏതൊക്കെയാ? ഇൻബൗണ്ട് നമ്മൾ കണ്ടു, കൺവേർഷൻ ഓപ്പറേഷൻ നമ്മൾ കണ്ടു, ആൻഡ് വി ഹാവ് സീൻ ഔട്ട്ബൗണ്ട് ഓപ്പറേഷൻ. ഈ 3 എണ്ണത്തിനെയും കൂടി ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്? ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് ആയി മാറുന്നത്. ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് ആയി മാറുന്നത് അല്ലേ? ഈ 3 എണ്ണത്തിനെയും നമ്മൾ കൂട്ടി യോജിപ്പിക്കണം. ഇൻബൗണ്ടിനെ ഇൻബൗണ്ട് എന്നുള്ള രീതിയിൽ മാറ്റി നിർത്താൻ പറ്റുമോ? ഇല്ല. ഇൻബൗണ്ട് നന്നായാലേ മാനുഫാക്ചറിങ് നന്നാവുള്ളൂ. നമുക്ക് കിട്ടിയ മെറ്റീരിയൽസ്, എക്യുപ്മെന്റ്, മെഷീനറി, ലേബറേഴ്സ്, ഫിനാൻസ് ഇതെല്ലാം നന്നായാലാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ? കൺവേർഷൻ പ്രോസസ്സിൽ അത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ആ കൺവേർഷനിൽ തന്നെ മിസ്റ്റേക്ക് വരും അല്ലേ? കൺവേർഷൻ തന്നെ ചില പാകപ്പിഴവുകൾ അതിലുണ്ടായി എന്ന് വരാം. ആൻഡ് ആഫ്റ്റർ കൺവേർഷൻ പ്രോസസ്സ് ഈ നല്ല രീതിയിൽ കൺവേർട്ടഡ് ആയാൽ തന്നെയേ ഔട്ട്ബൗണ്ട് പ്രോസസ്സ് നന്നാവുള്ളൂ അല്ലേ? നല്ല പ്രൊഡക്റ്റ് ആണെങ്കിലേ നല്ല രീതിയിൽ നമുക്ക് അഡ്വർടൈസ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. നല്ല പ്രൊഡക്റ്റ് ആണെങ്കിലേ നല്ല രീതിയിൽ നമുക്ക് ആളുകളുടെ അടുത്ത് നിന്ന് റെസ്പോൺസ് കിട്ടുള്ളൂ. നല്ല രീതിയിൽ പ്രോഡക്റ്റ് ആണെങ്കിലേ കൺസ്യൂമേഴ്സ് അതെന്ത് ചെയ്യുള്ളൂ? ഡിമാൻഡ് ചെയ്യുള്ളൂ. നല്ല പ്രോഡക്റ്റ് ആണെങ്കിലേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സെയിൽസ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മാർക്കറ്റ് റെസ്പോൺസും കിട്ടുള്ളൂ അല്ലേ? സോ ദാറ്റ് ഈസ് ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ്. അപ്പം ഈ 3 എണ്ണം കൂടിയിട്ടുള്ള ഒരുമിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എഫക്റ്റീവ് ആവുകയുള്ളൂ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ആൻഡ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സിനെ നമ്മൾ സാധാരണ ഫിസിക്കൽ സപ്ലൈ എന്നുള്ളൊരു വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. അതേസമയം ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സിനെ നമ്മൾ പറയാറുള്ളത് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള പേരാണ്. ഫിസിക്കൽ സപ്ലൈ ആൻഡ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. സോ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് ഫിസിക്കൽ സപ്ലൈ എന്നുള്ള പേരിലും അറിയപ്പെടാം. ആൻഡ് ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള പേരിലും അറിയപ്പെടാം. സോ 3ന്റെയും കൂടി ആ ഒരു കോപ്പറേഷൻ, കോർഡിനേഷൻ അല്ലെങ്കിൽ 3നെയും ഒരുമിച്ച് പ്ലാൻ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ്. ഓക്കെ. And now we can go to another important topic related to logistics management. ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, ഇത് കുറച്ച് ഇത്തിരി വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇപ്പം നമ്മൾ ഏകദേശം എന്നല്ല 3 ക്ലാസ്സുകളിലായിട്ടാണ് ഇതിപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തിനായാലും നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക്, ലോജിസ്റ്റിക്സിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ദാറ്റ് ഈസ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് വേഴ്സസ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. വേഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള വ്യത്യാസമുണ്ടോ തോന്നുന്നുണ്ടോ? വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാ? രണ്ട് ടേംസ് ആണ് ഒന്നാമത്തെ കാര്യം അല്ലേ. രണ്ട് ടേംസ് ആകുമ്പോൾ തീർച്ചയായിട്ടും അതിലെന്തൊക്കെയോ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബട്ട് യൂഷ്വലി ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഇന്റർചേഞ്ചബിളി ആണ് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല, ബട്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മീനിങ് സെയിം അല്ലേ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുമുണ്ട്. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം.
in most of the cases, the supply chain management and logistics management are same, but there are some theoretical difference in the meaning of supply chain management and this logistics management. ഏതാ വലുത്? സപ്ലൈ ചെയിൻ ആണോ വലുത്, ലോജിസ്റ്റിക്സ് ആണോ വലുത്? വലുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ചോദിച്ചത്. ഏത് കോൺസെപ്റ്റ് ആണ് ബ്രോഡർ ആയിട്ടുള്ള കോൺസെപ്റ്റ്? ഏതാ ബ്രോഡർ? ബ്രോഡർ കോൺസെപ്റ്റ് ഈസ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, and logistics management is a part of supply chain management. If logistics management is okay and logistics management is successful, our the supply chain management is also successful. Okay, logistics management failure ആണെങ്കിൽ നമ്മുടെ supply chain managementum ഒരു failure ആയിട്ട് മാറും. And in both these cases, ഏറ്റവും കൂടുതൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ സിമിലാരിറ്റീസ് ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെയും ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെയും സിമിലാരിറ്റീസ് അതാണ് കൂടുതൽ, അത് തമ്മിലുള്ള വ്യത്യാസത്തെക്കാളും. പക്ഷെ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും. സിമിലാരിറ്റീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, സാധാരണ ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ലോജിസ്റ്റിക്സും സപ്ലൈ ചെയിനും. ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെയാണ് അവിടെ ഉള്ളതും. The physical flow of materials, equipments and other informations from one place to another, or from the point of origin to the point of consumption. ഇതാണ് അവിടെ നടക്കുന്നത്. പക്ഷേ supply chain management is always considered as a broader concept because the supply chain management adds some value to the ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. നമ്മൾ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഒരു ബിസിനസ് കൺസേണിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ സപ്ലൈ ചെയിൻ എന്ന് പറയുമ്പോൾ ഒന്നിലധികം ബിസിനസ് യൂണിറ്റുകൾക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാവുന്ന, പൊതുവായിട്ട് ഉപയോഗിക്കാവുന്ന ആ ഒരു ലോജിസ്റ്റിക്സ് സോഴ്സുകൾ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പറയേണ്ടി വരും. സോ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഈസ് എ വാല്യൂ ആഡഡ് പ്രോസസ്. വാല്യൂ ആഡ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് അതിൻ്റെ ഒരു ബേസ് ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അതേസമയം സപ്ലൈ ചെയിനിൽ എന്തൊക്കെയോ പുതിയതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈ എന്തൊക്കെയാണ് ഈ പുതിയതായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്? The cooperation between business units, coordination between the business units, collaborations between various business units, common database for various business units. That's the peculiarity. ഇതൊക്കെ എന്തിൻ്റെ മാത്രം പ്രത്യേകതകളാണ്? സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ മാത്രം. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, സപ്ലൈ ചെയിനിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കൊരു ബിസിനസ് ഓർഗനൈസേഷനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. ഒന്നിൽ കൂടുതൽ ബിസിനസ് കോമൺ ആയിട്ട് ഇപ്പോൾ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി നവഡേയ്സ് വി ആർ യൂട്ടിലൈസിങ് ദ പോസിബിലിറ്റീസ് ഓഫ് സോഷ്യൽ മീഡിയ and all those internet and email system for the purpose of transmitting the information from business organization to the consumers. Then തീർച്ചയായിട്ടും ഇതുപോലുള്ള കോമൺ ഡാറ്റാബേസുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇൻഫർമേഷൻസ് എല്ലാവർക്കും പൊതുവായിട്ട്, അതായത് 5 or 10 ബിസിനസ് ഓർഗനൈസേഷൻസ് ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് സെയിം ഡാറ്റാബേസ് ഓഫ് കസ്റ്റമേഴ്സ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ടെക്നോളജി യൂസ് ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ടുള്ള ടെക്നോളജി വിത്ത് എ മിനിമം കോസ്റ്റ് അല്ല, എല്ലാവരും കൂടി ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. കുറഞ്ഞ കോസ്റ്റേ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുള്ളൂ, കൊടുക്കേണ്ടി വരുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ, ഇപ്പോൾ ഒരു ഗോഡൗൺ ഇപ്പോൾ പബ്ലിക് ഗോഡൗൺ ആയിരിക്കാം, പ്രൈവറ്റ് ഗോഡൗൺ ആയിരിക്കാം. നമ്മൾ ഒരുമിച്ച് ഒരു 10 or 15 ഓർഗനൈസേഷൻസ് ഒരുമിച്ച് അത് ഉപയോഗിക്കുമ്പോൾ ആ ഗോഡൗണിൻ്റെ റെൻ്റ് ഒരുമിച്ച് കൊടുത്താൽ മതി. ഒരുമിച്ച് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോൺട്രിബ്യൂഷൻ കൊടുത്താൽ മതി. അത് ടോട്ടലായിട്ട് അവരെന്ത് ചെയ്തോളും, ട്രീറ്റ് ചെയ്യും. ഇപ്പോൾ 10,000 രൂപയാണ് വാടകയെങ്കിൽ 10 ഓർഗനൈസേഷൻ അവിടെ ഉണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ 1,000 രൂപ എന്ത് കൊടുത്താൽ മതി, വാടക കൊടുത്താൽ മതി. തീർച്ചയായിട്ടും കോസ്റ്റ് മിനിമൈസേഷൻ ഒരു മാർഗ്ഗമല്ലേ അത് ആണ്.
ഈ രീതിയിൽ വാല്യൂ അഡീഷൻസ് നടത്തി മാക്സിമം ബിസിനസ് ഓർഗനൈസേഷനുകളുടെ കോപ്പറേഷനും കോർഡിനേഷനും ഉറപ്പുവരുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് എന്തിൽ നമ്മൾ നോക്കുന്നത്, വാല്യൂ അഡീഷനിൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ഓഫ് സെവറൽ ഫേംസ് വർക്കിംഗ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ, മ്യൂച്വൽ ട്രസ്റ്റ്, മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി. മ്യൂച്വൽ ഹെൽപ്പ്, മ്യൂച്വൽ കോർഡിനേഷൻ അല്ലേ. ഇപ്പം നമ്മളൊരു ബിസിനസ് സ്ഥാപനത്തിന് അഡ്വർടൈസ്മെന്റ് ഔട്ട്സോഴ്സിങ് എന്നുള്ള പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഔട്ട്സോഴ്സിങ് യൂഷ്വലി അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അഡ്വർടൈസ്മെന്റുകളിലാണ് അല്ലേ. അഡ്വർടൈസ്മെന്റ് ആണ് പൊതുവായിട്ട് ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യാറുള്ളത്, ഔട്ട്സോഴ്സ് ചെയ്യാറുള്ളത്. അങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്യുന്ന സമയത്ത് ദർ ഷുഡ് ബി എ കോൺഫിഡൻസ് ആൻഡ് ദർ ഷുഡ് ബി എ സെൻസ് ഓഫ് ട്രസ്റ്റ് in that advertising agency, then only we can outsource it അല്ലെ. ആ അഡ്വർടൈസിങ് ഏജൻസിയിൽ നമ്മൾക്ക് പരിപൂർണമായിട്ടുള്ള വിശ്വാസം വേണം, അവരോട് നമ്മൾ സഹകരിക്കണം, അവർ നമ്മളോട് സഹകരിക്കണം. ആ ഒരു മ്യൂച്വൽ ട്രസ്റ്റ് അവിടെ ആവശ്യമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അഡ്വർടൈസ്മെന്റ് പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അവരെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ തീർച്ചയായിട്ടും അത് നമുക്ക് കെയർ ചെയ്യാനായിട്ട് സാധിക്കണം, അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം. സോ ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് is an integrative philosophy for coordinating all activities in the flow of products from the supplier to the consumer. കൺസ്യൂമറിൽ നിന്നും സപ്ലയറിലേക്കുള്ള ആ ഒരു യാത്രയിൽ പ്രൊഡക്ട്സുകളുടെ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളുടെ ഫ്ലോ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന, കോർഡിനേറ്റ് ചെയ്യുന്ന, കുറച്ചും കൂടി ഉയർന്ന തലത്തിൽ അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ലോജിസ്റ്റിക്സ് ആസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു പ്ലേ ഇൻ മോഡേൺ ബിസിനസ് ഈവൺ അതർവൈസ് ഇസ് എ പാർട്ട് ഓഫ് കോംപ്രഹെൻസീവ് സപ്ലൈ ചെയിൻ സിസ്റ്റം. രണ്ടായാലും സപ്ലൈ ചെയിൻ ആയാലും ലോജിസ്റ്റിക്സ് ആയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഓർഗനൈസേഷൻ ചിന്തിക്കേണ്ടത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ആ ഒരു ലെവലിലേക്ക് എങ്ങനെയാണ് ഉയർത്താനായിട്ട് സാധിക്കുക, എങ്ങനെയാണ് നമുക്ക് കാര്യങ്ങൾ എത്തിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും മാനേജ്മെന്റ് ശ്രദ്ധിക്കേണ്ട ഘടകമാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിലൂടെ നമുക്ക് മനസ്സിലായത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നാരോ കോൺസെപ്റ്റ് ആണ്. അതിൽ ഒന്നോ രണ്ടോ ബിസിനസ് ഓർഗനൈസേഷൻസ് മാത്രമേ അവിടെ വരുള്ളൂ. അതേസമയം എസ്പെഷ്യലി ദിസ് ടൈം ഈസ് ഫോർ ഗ്ലോബലൈസേഷൻ അല്ലെ. ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ഓർഗനൈസേഷനുകളുടെ പരിപൂർണ സഹകരണവും എന്താ പറയുക കോർഡിനേഷനും ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അവിടെയാണ് എന്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് എ ഡിഫറൻസ് ആൻഡ് ദാറ്റ്സ് എ സിമിലാരിറ്റി ബിറ്റ്വീൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആൻഡ് സപ്ലൈ ചെയിൻ management. Okay, so you students should clearly differentiate between logistics and supply chain management. അങ്ങനൊരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ടോപ്പിക്കോട് കൂടിയിട്ട് നമ്മുടെ എന്ത് അവസാനിക്കുന്നുണ്ട്, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് അവസാനിക്കുന്നുണ്ട്. ആൻഡ് വി ഹാവ് സീൻ ദ ഡെഫിനിഷൻ ഫോർ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, features of logistics management, reasons for the importance of logistics management, concepts of logistics management, logistics objectives of logistics management, logistics activities, then operations of integrated logistics management and supply chain management. So these are the topics in logistics management. So